വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നമ്മോടൊപ്പം ഉണ്ട്. മിനിസ്റ്റർ, ആദ്യം പ്രവേശനോദ്ഘാടനമായി തന്നെ സംഘടിപ്പിക്കുന്നുണ്ടോ? കനത്ത മഴയാണ് എല്ലായിടത്തും, അതോടൊപ്പം തന്നെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് തുടരുന്നുണ്ട്. ഇപ്പോൾ മഴ ശക്തമാണ് പൊതുവിൽ കേരളത്തിലാകെ. അത് കൂടിയും കുറഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പം 3-ാം തീയതി നടത്തണമെന്നുള്ള നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഞാൻ തിരക്കിയപ്പോൾ എറണാകുളത്ത് കുറച്ച് മഴയുടെ കുറവ് വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പൂർണ്ണമായി തന്നെ മഴ കുറഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ എല്ലാ തയ്യാറെടുപ്പുകളും എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ മാറ്റേണ്ട കാര്യമുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതാണ്. എന്തായാലും ഇപ്പോൾ ഉള്ള ഒരു തീരുമാനപ്രകാരം മാറ്റേണ്ടതില്ല, മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ്. ഇന്നാണ് കാലവർഷം വരാൻ തുടങ്ങുന്നത്. ഇതുവരെ ലഭിച്ചിട്ടുള്ളത് മറ്റ് കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ കാരണമുള്ള മഴയായിരുന്നു. അത് ഇപ്പോൾ 3-ാം തീയതി സ്കൂൾ തുറക്കുന്ന ദിവസങ്ങളിലുള്ള സ്ഥിതി അനുസരിച്ച് 3-ാം തീയതി തന്നെ തുടങ്ങാനാകുമോ എന്ന് പരിശോധിക്കുകയായിരിക്കും സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്. അതുതന്നെയായിരിക്കും ഇത്തവണയും. സാധാരണ നമ്മൾ ജൂൺ മാസം 1-ാം തീയതിയാണല്ലേ തുടങ്ങുന്നത്. അന്ന് നല്ല മഴയാണ് സാധാരണ എല്ലാ വർഷവും ഉണ്ടാവാറുള്ളത്. അപ്പം അതുകൊണ്ട് ഇപ്പം മഴയത്ത് തുറക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം അസാധാരണമായ ഒരു രീതിയിലാണ് മഴയുടെ വരവ്. അപ്പോൾ ഒരു കാരണവശാലും നമുക്ക് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം വരണമെങ്കിൽ അത് അപ്പോൾ ആലോചിക്കാം. ഇപ്പോൾ ഉള്ള സാഹചര്യം അനുസരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ്. യൂണിഫോം വേണ്ട വിധത്തിൽ എല്ലാ ജില്ലകളിലെയും വിദ്യാർത്ഥികൾക്ക് എത്തിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം എന്താണ് മിനിസ്റ്റർ? 90% കൈത്തറി യൂണിഫോം സ്കൂളുകളിൽ എത്തിക്കഴിഞ്ഞു. സ്കൂളുകളിൽ എത്തിയില്ലെങ്കിൽ അത് 2-3 ഘട്ടങ്ങളിലായിട്ടാണ് എത്തുന്നത്. അവിടെ BRCയിൽ എത്തുക, അവിടെ നിന്ന് സ്കൂളിലെത്തി കൊണ്ടുപോവുക, സ്കൂളിൽ നിന്ന് കുട്ടികൾക്ക് വിതരണം ചെയ്യുക എന്നെല്ലാം ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ എല്ലാ കുട്ടികളും ഒന്നും വാങ്ങിക്കാണില്ല. പാഠപുസ്തകവും യൂണിഫോമും എല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങാമെന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥിതിയുണ്ട്. ഇന്നലെ റിവ്യൂ നടത്തിയ അവസരത്തിൽ 90% വരുന്ന യൂണിഫോം കൊടുത്തു കഴിഞ്ഞു. 1200 റുപ്യ വില വരുന്ന 2 ജോഡി യൂണിഫോമാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കൊടുക്കുന്നത്. എയ്ഡഡ് മാനേജ്മെൻറ്റിന് 600 റുപ്യ ആണ് കൊടുക്കുന്നത്. യൂണിഫോമല്ല കൊടുക്കുന്നത്, കാശാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ വർഷം പൂർണ്ണമായി കൊടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഈ വർഷം എന്തായാലും കഴിഞ്ഞ വർഷത്തെ കുറവ് പരിഹരിച്ചുകൊണ്ട് യൂണിഫോം കുടിശ്ശിക അടക്കം കൊടുക്കുന്നത് സംബന്ധിച്ചിടത്തോളം തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ധനകാര്യ വകുപ്പ് മന്ത്രി അതിന് ആവശ്യമായ ഏതാണ്ട് 30 കോടി രൂപ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. ആ പ്രശ്നത്തിന് പരിഹാരം കാണും.